നമുക്കൊരു നല്ലൊരു ഡ്രൈവർ ആണെങ്കിൽ എന്തായിരിക്കും നമുക്ക് വേണ്ടത്? നമുക്ക് ആദ്യം വേണ്ടത് അപകർഷാബോധം മാറ്റുക. കാരണം നമ്മളൊരു പുതിയൊരു വാഹനം എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ വീടിൻ്റെ വഴിയിലോട്ട് കയറ്റുമ്പോൾ നമ്മൾ ചുറ്റുപാട് നോക്കും. എന്താണ്, നമ്മൾ അയൽവക്കക്കാരെത്തി നോക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കും. നോക്കിക്കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ മനസ്സ്, നമ്മൾ പിടിച്ചിരിക്കുന്ന സ്റ്റിയറിങ്ങിൻ്റെ ബാലൻസ് എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ എന്ത് സംഭവിക്കും? വണ്ടി കൊണ്ട് തട്ടും, പിന്നെ നമ്മൾ വാഹനത്തിൽ കയറത്തില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഡ്രൈവറിന് വേണ്ടത് ഒരു പുതിയൊരു വാഹനം എടുക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് ഒരു വാഹനം എടുക്കുമ്പോഴോ നമ്മുടെ സ്വന്തം നാട്ടിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലോട്ട് വാഹനം കയറ്റുമ്പോൾ നമ്മുടെ അപകർഷാബോധം മാറണം. എങ്കിൽ മാത്രമേ നമുക്കൊരു നല്ലൊരു ഡ്രൈവർ ആകാൻ പറ്റത്തുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് മനോധൈര്യമാണ്. ഏത് സാഹചര്യത്തിലും നമ്മൾ കൊണ്ടുപോകൂ എന്നുള്ള ഒരു മനോധൈര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു നല്ലൊരു ഡ്രൈവറാകാൻ പറ്റും. നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ റോഡിലോട്ട് ഓടിച്ചു പോകും. നേരെ റൈറ്റ് സൈഡിൽ നിന്നൊരു വാഹനത്തിനെ കാണുമ്പോൾ തന്നെ നമ്മൾ ആ വാഹനത്തിലോട്ട് തന്നെ നോക്കി ഇരുന്നിട്ട് നേരെ ലെഫ്റ്റ് സൈഡിലോട്ട് തിരിക്കും. എന്തിനാന്ന് ചോദിച്ചാൽ പറയും, ഓപ്പോസിറ്റ് വരുന്ന വാഹനം എന്നെ തട്ടും. അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യം എന്നാൽ റൈറ്റ് സൈഡ് മിറർ നോക്കി പുറകിൽ നിന്ന് വരുന്ന വാഹനത്തിനെ കണ്ട് ആദ്യം പിടിച്ച് ലെഫ്റ്റ് സൈഡിലോട്ട് ഒതുക്കും. അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ ലെഫ്റ്റ് കീപ്പ് ചെയ്ത് തന്നെ ഓടിക്കുക. ലെഫ്റ്റ് സൈഡ് മാക്സിമം ചേർന്ന് ഓടിക്കുമ്പോൾ അങ്ങോട്ട് ഒരുപാട് ചേർന്ന് അതിനെ റൈറ്റിലോട്ട് ആക്കുക. വീണ്ടും റൈറ്റിലോട്ട് നിന്ന് വൈഡായി പോയാൽ വീണ്ടും നമ്മൾ ലെഫ്റ്റിലോട്ട് ചേർക്കുക. ഒരു കാരണവശാലും റൈറ്റ് സൈഡ് മിറർ നോക്കി ഓടിക്കരുത്. ഓപ്പോസിറ്റ് വരുന്ന വാഹനം കണ്ട് പേടിച്ച് ലെഫ്റ്റ് സൈഡിലോട്ട് മാറ്റുകയും ചെയ്യരുത്.